ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കറിയാം, നമ്മുടെ നാടിനെ, നമ്മുടെ മഹല്ലിനെ, നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തെ എത്രത്തോളമാണ് പ്രവാസം സ്വാധീനിച്ചിട്ടുള്ളത്, സമൃദ്ധിയിലാക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒന്നല്ല. ഗൾഫിൻ്റെ മരുമണൽക്കാട്ടിൽ ജീവിതം ഒരുക്കി തീർത്ത് സർവവും തൻ്റെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പലരും എന്നുകൂടി ഞാൻ ഓർക്കുന്നു. എങ്കിൽ കൂടി നമ്മുടെ നിറയൗവനങ്ങൾ ഈ പോലുള്ള എത്തിപ്പെടാൻ, ഒരുമിക്കാൻ വളരെ വിഷമങ്ങളുള്ള ഒരു നാട്ടിൽ അവരുടെ ഗ്രഹാതുരത്വങ്ങളും അവരുടെ ഓർമ്മകളും പങ്കുവെക്കാൻ, ഒന്നിച്ചിരിക്കുമ്പോൾ കളിയും കാര്യവുമായി ഉല്ലസിക്കുമ്പോൾ അവർക്കൊപ്പം കുറച്ചു വാക്കുകൾ കൊണ്ടെങ്കിലും പിന്തുണയേകാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രവാസമെന്നാൽ ഒരാഗോള ജനാധിപത്യമാണ്, ഒരാഗോള സഹവാസമാണ്, ഒരാഗോള മനുഷ്യനെ, ഒരാഗോള സഞ്ചാരിയെ അത് രൂപപ്പെടുത്തുന്നുണ്ട് എന്നു പറഞ്ഞത് ചിന്തകനായ ഓസ്കാർ ഹിജലോസാണ്. എന്തൊക്കെയാണോ നമ്മൾ പ്രവാസം കൊണ്ടുദ്ദേശിക്കുന്നത്, അതിൻ്റെ വേദനയായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് എല്ലാം ആ ഒരൊറ്റ ഡെഫിനിഷനിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമത്തെ മനുഷ്യനായ ആദമിൽ നിന്ന് അലൈഹിസ്സലാം തുടങ്ങുകയാണ് മനുഷ്യന്റെ പ്രവാസ ജീവിതം. നമ്മുടെ തറവാട്ടിൽ നിന്ന്, പടച്ചതമ്പുരാൻ തറക്കല്ലിട്ട വീട്ടിൽ നിന്നാണ് ഭൂമി എന്ന ഈ കൊച്ചു ഗ്രഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോന്നത്. രണ്ടു ധ്രുവങ്ങളിലായി പോയ നമ്മുടെ ഉപ്പയും ഉമ്മയും പിന്നെ അവരൊന്നായി. അവരിലൂടെ ഈ കാണുന്ന ജനകോടികൾ ജന്മാന്തരങ്ങളിലൂടെ, തലമുറകളിലൂടെ രൂപപ്പെട്ടു. അവർ ഒരു ഭൂഖണ്ഡത്തിൽ മാത്രം ഒരുമിക്കാതെ നിരന്തരം സഞ്ചാരികളായിരുന്നു. ലോകത്തിന്റെ 7 വൻകരകളിൽ അവർ എത്തപ്പെട്ടു. മനുഷ്യഗന്ധമില്ലാത്ത ഭൂമികളിൽ വരെ. ചില നാടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ആയിരക്കണക്കിന് കിലോമീറ്ററാണ് മരുഭൂമി മലർന്നു കിടക്കുന്നത്. അവിടെ മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുന്നു. 15ഉം 20ഉം 25ഉം മണിക്കൂറുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മരുഭൂമി പിന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യർ അവിടെ ഒരുമിച്ച് കൂടിയത്? ഖുർആൻ പറയുന്നു, പരമകാരുണ്യകനായ റബ്ബിന്റെ തീരുമാനമാണത്. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ ദിനവും ഓതിപ്പോകുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ദറഅകും ഫിൽ അർദ് വഇലൈഹി തുഹ്ശറൂൻ. അല്ലാഹുവാണ് നിങ്ങളെ ഈ ഭൂമിയിൽ വിതറിയത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച ഭാഷ. ഒരിടത്തു മാത്രമല്ല, മതിലകത്ത് ജനിച്ച ഒരാൾ എങ്ങനെയാണ് ഗൾഫിന്റെ ഭൂമികയിൽ എത്തപ്പെട്ടത്? എങ്ങനെയാണ് അയാൾ യൂറോപ്പിലേക്ക് ചേക്കേറിയത്? അവിടെ അയാളുടെ ജീവിതത്തിന്റെ വിസ്തൃതിയും ആഴവും പരപ്പും രൂപപ്പെടുത്തിയത്? ഒരുപക്ഷേ
ഇവിടെ വന്നു കയറിയാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആളുകൾ. പ്രവാസത്തിന്റെ ലോകത്ത് എത്രയോ ആളുകളാൽ ആദരിക്കപ്പെടുന്നവരാണ്. എത്രയോ ഉന്നതമായ മേഖലകൾ ജോലി ചെയ്യുന്നവരാണ്. അവർ സർവ്വതും സ്വരുക്കൂട്ടിയത് സ്വന്തം നാട്ടിൽ നിന്നല്ല, അന്യനാട്ടിൽ നിന്നാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളെ വിതറിയവൻ അള്ളാഹുവാകുന്നു. ഭിന്ന ഭാഷകളോടെ, ഭിന്ന സംസ്കാരങ്ങളോടെ. എത്ര ഭൂഖണ്ഡങ്ങളാണ് 100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂമിൽ ഒരുമിക്കുന്നത്? എത്ര ഭാഷകളാണ്, എത്ര സംസ്കാരങ്ങളാണ്. നേപ്പാളിൽ നിന്ന് വന്നവനുണ്ട്, ഇന്ത്യയിൽ നിന്ന് ചെന്നവനുണ്ട്, പാകിസ്ഥാനിലെ കുഗ്രാമത്തിൽ നിന്ന് വന്നവനുണ്ട്, ബർമയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും വന്നവനുണ്ട്. വന്നവരൊക്കെ ഓരോ തരം ഭാഷയുമായി വന്നത്, ഓരോ തരം സംസ്കാരങ്ങളുമായി വന്നത്. അള്ളാഹു പറയുന്നു, ഈ വൈവിധ്യങ്ങളോടെ തന്നെ വഇലൈഹി തുഹ്ശറൂൻ, നാളെ മഹ്ശറിയുടെ മുറ്റത്തും നിങ്ങൾ ഉണ്ടാകും എന്നല്ലാഹു നമ്മെ മഹ്ശറയെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആ ആയത്തിൽ അള്ളാഹു ചെയ്യുന്നത്. നോക്കൂ, 970-ലാണ് ഗൾഫിന്റെ പച്ചപ്പിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ചേക്കേറി തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നത് നമുക്ക് നല്ലതാണ്. പുല്ലുമേഞ്ഞ വീടുകളിൽ ഒരു സൈക്കിൾ പോലുമില്ലാതെ, ബീഡി കമ്പനികളിൽ ബീഡി തെറുത്ത്, നമ്മുടെ ഉപ്പയുടെ വെല്ലുപ്പയുടെ കയ്യിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പഴയ ബീഡിക്കറ ഇപ്പോഴും നമുക്ക് കാണാം. എത്രയോ രാവുകൾ നമ്മുടെ ഉമ്മ പട്ടിണി കിടന്നിട്ടുണ്ട്. നമ്മളെ ഊട്ടാൻ, നമ്മളെ വളർത്തിയെടുക്കാൻ. ആ കണ്ണുനീരിന്റെ കാലത്ത് നിന്ന് സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോയത് സത്യത്തിൽ നമ്മുടെ പ്രവാസമാണ്. നമ്മുടെ ജീവിതത്തെ ഉരുകി വെളിച്ചമാക്കിയ മറ്റൊരധ്യായമാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ വിശാലമായ ഒരു ഹദീസിന്റെ ചുരുക്കം ഓർമ്മിപ്പിക്കുകയാണ്. സമരാർജിത സമ്പത്തുകൾ ഓഹരി വെക്കുകയാണ്. പലർക്കും കിട്ടിയത് പോരാ എന്ന തോന്നലുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു സഹാബത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാഹി ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. പക്ഷേ വലാകിൻ അൻ തുഫ്തഹ അലൈക്കുമുദ് ദുനിയ, ഈ പ്രപഞ്ചം, ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ വാക്കിന്റെ ഉള്ളിൽ ഒരു കൗതുകമുണ്ട്. റസൂലുള്ള ഉപയോഗിച്ച വാക്ക്, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ തുറക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അടച്ചുവെച്ച ഒന്നിനെയാണ് തുറന്ന് കൊടുക്കുന്നത്. ആരോടാണ് ഈ പറയുന്നത്? അഷ്ടിക്കുവകയില്ലാത്ത തന്റെ അനുചരരോടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. അങ്ങനെ ഈ ദുനിയാവും അതിന്റെ വിഭവങ്ങളും നിങ്ങളുടെ കൈകളിൽ വരുമ്പോൾ ഫതനാഫസുഹ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ തുടങ്ങും. ഒരാൾ നടത്തിയ വിവാഹമായിരിക്കില്ല അടുത്തയാൾ നടത്തുക. ഒരാൾ പണിത ഭവനമായിരിക്കില്ല വേറൊരാൾ പണിയുക. ഒരാൾ നടത്തിയ ആഘോഷമായിരിക്കില്ല മറ്റൊരാൾ നടത്തുക. നിങ്ങൾ സമ്പത്ത് കൊണ്ട് പരസ്പരം മത്സരിക്കാൻ തുടങ്ങും. ഫതുഖാലികുഹ, നിങ്ങൾ നശിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തലമുറ നശിച്ചതുപോലെ ഇന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഭൗതികമായ പുരോഗതിയുടെയൊക്കെ വിധാതാക്കൾ, അതിന്റെ നേരവകാശികൾ പ്രവാസികളാണ് എന്ന് ചരിത്രം വായിക്കുന്ന നമുക്കൊക്കെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് പ്രവാസം എന്ന് പറയുന്നത്? അനുഭവത്തിന്റെ ഒരു പുതിയ ഭൂഖണ്ഡമാണ് പ്രവാസം എന്ന് പടിഞ്ഞാറുകാരനായ ഒരു ചിന്തകൻ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അതങ്ങനെ തന്നെയാണ്. ഹൃദയം പറിച്ചു മാറ്റിയിട്ടാണ് ഒരു പ്രവാസി അവന്റെ കുടുംബത്തിൽ നിന്ന് യാത്രയാകുന്നത്.
കണ്ണുനീരോടെ നോക്കി നിൽക്കുന്ന കുട്ടികൾ, അവന്റെ ഭാര്യ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മ. അവിടെ തുടങ്ങുന്ന ഒരു പ്രവാസിയുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ വേദന എന്നുള്ളത്. പിന്നെ ഉള്ള യാത്രകളിൽ അവൻ തിന്നുന്നത് തീക്കനലുകളാണ്. മരുഭൂമിയുടെ ഉഷ്ണത്തിനുള്ളിൽ പനി വന്നാൽ, തലവേദന വന്നാൽ, എന്തും വന്നുകൊള്ളട്ടെ, ഒന്ന് തലോടാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു തരാൻ ഒരാളും ഉണ്ടാകില്ല. എത്ര കടുത്ത വേദനകൾക്കിടയിലും 2 പെനഡോളുകളുടെ ആശ്വാസത്തിൽ അവൻ അടുത്ത ജോലിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. 100 കണക്കിന് കവികളും കഥാകാരന്മാരും എഴുത്തുകാരും പ്രവാസത്തെ നമ്മുടെ മുമ്പിലേക്ക് വരഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എഴുതിത്തീരാത്ത അക്ഷരങ്ങളുടെ കടലാണ് നമ്മുടെ പ്രവാസം എന്ന് പറയുന്നത്. പ്രവാസത്തെ ആദ്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് കുമാരനാശാനാണ്. അദ്ദേഹം ബംഗ്ലാദേശിൽ പഠനാവശ്യാർത്ഥം സഞ്ചരിച്ചപ്പോ അദ്ദേഹത്തിനുണ്ടായ വിരഹവേദനയെ ഓർമ്മകൾ എന്ന കവിതയിലൂടെ കുമാരനാശാൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അസാമിലെ പണിക്കാരെന്ന പേരിൽ വയലോപ്പള്ളി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് പൊറ്റക്കാടിലൂടെ, ബാബു ഭരദ്വാജിലൂടെ, ബിന്യാമീന്റെ ആട് ജീവിതത്തിലൂടെ, എത്ര പറഞ്ഞാലും, എത്ര ഓർത്താലും, എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത വേദനയുടെ കടൽ കടിച്ചിറക്കിയാണ് ഓരോ പ്രവാസിയും അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ അത് അദാബിന്റെ ഒരു കഷണമാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞത്, യംനഉ അഹദകും തആമഹു, അവന് ഇഷ്ടഭക്ഷണം ലഭിച്ചുകൊള്ളണമെന്നില്ല. അവന്റെ ഭാര്യ, അവന്റെ കുടുംബം ഒരുക്കുന്ന, വളയിട്ട കൈകളിൽ ഒരുക്കപ്പെടുന്ന രുചിയുള്ള ഒരു ഭക്ഷണമുണ്ട്. അതിന് ഒരു പക്ഷേ കോണ്ടിമെന്റൽ ഫുഡിന്റെ ചേരുവകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതിൽ സ്നേഹത്തിന്റെ രസക്കൂട്ടുകൾ ചാലിച്ചു ചേർത്തിട്ടുണ്ട്. അതില്ലാതെയാണ് ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരു കട്ടൻ ചായ മതിയാകും, വളരെ നിസ്സാരമായിരിക്കും ഒരാളുടെ ഫുഡ് സപ്ലിമെന്റ് എന്നുള്ളത്. പക്ഷെ ആ നേരത്തത് കിട്ടാതെ പോകും. യാത്ര അങ്ങനെയാണ്, പ്രവാസം അങ്ങനെയാണ്. എന്റെ മുന്നിലിരിക്കുന്ന എത്രയോ മനുഷ്യർക്ക് എത്രയോ മണിക്കൂറുകൾ, മാസങ്ങൾ പറയാനുള്ള കഥകൾ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും. എങ്ങനെ പറഞ്ഞാലും എങ്ങനെ എഴുതിയാലും തീരാത്ത വേദനയുടെ ഒരു മഹാപുഴ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വശറാബഹു, അവന്റെ പാനീയം, വനൗമഹു, വേണ്ട പോലെ ഉറങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. 14, 18, 26 മണിക്കൂറുകളൊക്കെ ജോലി ചെയ്ത സഹോദരങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാകും. അവന്റെ ഉറക്കം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, അതുകൊണ്ട് ഫീദാ ഖലാ അഹദകും നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, അതുകൊണ്ട് യാത്ര പോയവനെ, നിന്റെ കാര്യം കഴിഞ്ഞാൽ ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, നീ നിന്റെ കുടുംബത്തിലേക്ക് ഉടനെ തിരിച്ചെത്തണം. ഈ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്ന് വെക്കുന്നത് ഹജ്ജിന്റെ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഹദീസായിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഹദീസിനെ ഹജ്ജിന്റെ അധ്യായത്തിലെ ഒടുവിലത്തെ ഹദീസാക്കി എന്ന് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്നൽ ഇഖാമത ഫിൽ ബൈതി, എന്തുകൊണ്ടാണ് യാത്ര കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞത്? അവനവന്റെ കുടുംബത്തിൽ നിൽക്കുന്നത് അഫ്ളലു മിനൽ മുജാഹദ, ജിഹാദിനേക്കാൾ വലിയ കൂലിയുള്ള ഒന്നാണ്. അവന്റെ ഉമ്മയുടെ നേരെ നോക്കി, അവന്റെ കുഞ്ഞുങ്ങളെ താലോലിച്ച്, അവന്റെ ബാല്യങ്ങളോട് കലബല കൂട്ടി അവൻ ജീവിച്ച നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്. ഈ സൗഭാഗ്യം ഒഴിവാക്കിയാണ് നീ പോകുന്നത്. അതിനർത്ഥം എന്തെന്നറിയുമോ? ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി വ്യാഖ്യാനിക്കുന്നു, നീ ഹജ്ജിന് പോയാൽ പോലും നിന്റെ ഹജ്ജ് കഴിഞ്ഞാൽ, ഇദാ ഖലാഹദകും ഹജ്ജഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ 1,00,000 കൂലി കിട്ടുന്ന നാടാണ് ഈ മക്ക, മദീന എന്നൊന്നും പറഞ്ഞവിടെ നിന്നേക്കരുതേ. ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിലേക്ക് അതിവേഗത്തിൽ അവൻ തിരിച്ചെത്തരുതേ എന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം അവനവന്റെ നാട്
ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ വേളയിൽ മക്കയോട് വിട പറയുകയാണ്. അർദ്ധരാത്രി സിദ്ദീഖിന്റെ കൂടെ കബാലയത്തിലേക്ക് വന്നു. താൻ ഓടിക്കളിച്ച മണ്ണാണ്, താൻ ജനിച്ച മണ്ണാണ്. തന്നോട് കഥ പറയുകയാണ്. ഈ ചരൽക്കല്ലുകൾ, ഈ കറുത്ത കല്ലൊക്കെ എന്നോട് എന്തൊക്കെ പറയാനുണ്ടാകും? റസൂലുള്ള വേർപിരിയുകയാണ്, മക്കയോട് വിട ചോദിക്കുകയാണ്. കടുത്ത വേദനയോടുകൂടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കബാലയത്തിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് കബാലയത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മക്ക, നിന്നോട് വിട പറയാൻ എനിക്കൊരു താല്പര്യവുമില്ല. നിന്റെ നാട്ടുകാർ എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകുമായിരുന്നില്ല. പക്ഷേ ഞാൻ പോവുകയാണ്. കണ്ണുനീരോടുകൂടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയോട് വിട ചോദിക്കുകയാണ്. തന്റെ അനുചരരൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയ പലർക്കും കടുത്ത പനി ബാധിച്ചു. പനി ബാധിക്കുമ്പോഴൊക്കെ അവർ പാട്ടുപാടുന്നുണ്ട്. അവരുടെ പാട്ടുകൾ മുഴുവൻ മക്കയെ കുറിച്ചാണ്, പിറന്ന മണ്ണിനെ കുറിച്ചാണ്. സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എത്ര കടുത്ത പീഡനങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം മദീനയിലേക്ക് യാത്രയായത്. പനി പിടിച്ചു. പനി അതിന്റെ മൂർധന്യ ദശയിലെത്തി. അപ്പോൾ ബിലാൽ പാട്ടുപാടുന്നുണ്ട്. ഇമാം ബുഖാരി ഈ കവിത പറയുന്നുണ്ട്, അലാ ലൈത ശഇരി ഹല്ലബീതൻ ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറിൻ വജലീലും. എനിക്ക് മോഹമാകുന്നു, അലാ ലൈത ശഇരി ഹല്ലബീതൻ ലൈല, ഒരു രാത്രിയെങ്കിലും എന്റെ സ്വന്തം നാട്ടിൽ, ഞാൻ കളിച്ചു വളർന്ന നാട്ടിൽ, ഞാൻ പീഡനമേറ്റ നാടാണ്, പക്ഷെ ആ നാട്ടിലൊന്നു ഞാനൊന്ന് ചെന്ന് ഒരു രാവു പാർത്തിരുന്നുവെങ്കിൽ. അവിടെയോ വിവാദിൻ വഹൗലി ഇദ്ഖിറും വഹലീലു, സുഗന്ധ പുഷ്പങ്ങളാൽ നിറഞ്ഞ, എവിടെയാണ് മക്കയിൽ ഇത്തരം പുഷ്പങ്ങൾ? അവിടെയായി നെറ്റിയിൽ പച്ചയിറ്റിച്ച മരുച്ചെടികൾ മാത്രമാണുള്ളത്. പക്ഷെ ബിലാൽ തന്റെ വിരഹവേദന അവസാനിക്കുന്നില്ല, പാടുകയാണ്, ആ മക്കയിൽ ഞാനൊന്ന് എത്തിപ്പെട്ടിരുന്നുവെങ്കിൽ, വഹൽ ഉറുദ്ദന്ന, എന്നെ അല്ലാഹു മടക്കിയിരുന്നുവെങ്കിൽ, മിയാഹ മജിന്ന, മക്കയിലെ പർവ്വത നിരകളിലേക്ക് അവിടെ പോയി ഞാൻ ഇളങ്കാറ്റ് കൊണ്ടിരുന്നുവെങ്കിൽ എന്ന് സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഗ്രഹാതുരത്വം കൊണ്ട് പാടിപ്പോകുന്നുണ്ട്. ഈ ഓർമ്മകൾ അനുഭവിക്കാത്ത ഏതു പ്രവാസിയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്? അറബി കുട്ടികൾ നമ്മുടെ മുമ്പിലൂടെ തത്തിക്കളിച്ചു പോകുമ്പോ പെട്ടെന്ന് കടല് കടന്ന് നമ്മുടെ ഓർമ്മകൾ അവനവന്റെ കുടുംബത്തിലേക്ക് പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ എത്തപ്പെടുകയാണ്. എനിക്കുമുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവനെ ഒന്ന് താലോലിക്കാൻ, അവന്റെ മുതുകിലൊന്ന് കൈവയ്ക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന നൊമ്പരം നമ്മിൽ ആരാണ് പങ്കുവെക്കാത്തുള്ളത്? ആരാണ് അനുഭവിക്കാത്തുള്ളത്? ആ തീഷ്ണമായ വേദനയെ നമുക്കെങ്ങനെ പകർത്താൻ കഴിയും? പ്രവാസത്തെ കുറിച്ച് കുമാരനാശാൻ എഴുതുമ്പോ കുമാരനാശാൻ ചോദിക്കുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, നമ്മുടെ ഏഴിലമ്പാല പൂത്തിട്ടുണ്ടാകുമോ, നമ്മുടെ തെക്കേ വയൽ വിളഞ്ഞിട്ടുണ്ടാകുമ്പോ? വളരെ സൂക്ഷ്മമായ അന്വേഷണമാണ് കുമാരനാശാൻ നടത്തുന്നത്. ഈ അന്വേഷണം നടത്താത്ത എത്ര മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക? കാരണം നമ്മുടെ ഹൃദയവേദനയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓർത്തിടുന്നു ഭവനത്തിൽ അങ്ങുമങ്ങാർത്തു ചിത്രശലഭം പറന്നതും പാർത്തു നിന്നും അണഞ്ഞു നാംകരം കോർത്തു കാവിനരികെ നടന്നതും ഉച്ചയായി തണലാഞ്ഞു പുസ്തകം വച്ചു മല്ലികയറുത്തിരുന്നതും മെച്ചമായ ചെറുമാല കെട്ടിയൻ കൊച്ചുവാർമുടിയിൽ അങ്ങണിഞ്ഞതും എന്ന ബാല്യകാല സ്മരണകൾ ഗൾഫിന്റെ മരുഭൂമികളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. ഈ അനുഭവങ്ങളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് നന്മയാക്കി മാറ്റാൻ വേണ്ടി പറ്റുക? നമ്മുടെ വാർദ്ധക്യത്തിൽപ്പെട്ട ഉമ്മയെ തനിച്ചാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്രയായിട്ടുള്ളത്. ഗർഭിണിയായ നമ്മുടെ ഭാര്യ, പണിതീരാത്ത നമ്മുടെ വീട്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, ശരീരം അവിടെയും മനസ്സെവിടെയുമായ ഒരു പ്രത്യേക ജീവിയുടെ പേരാണ് പ്രവാസി എന്ന് വേറൊരു സഹോദരൻ എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. വർഷത്തിൽ ഒരിക്കൽ പറന്നിറങ്ങുന്ന
അത്തറിന്റെ സുഗന്ധമുള്ള മനുഷ്യരാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. പക്ഷേ ആ സുഗന്ധത്തിൽ അവരെല്ലാം മറക്കുകയാണ് എന്ന് നമ്മൾ അറിയണം. കവി പറഞ്ഞതുപോലെ എൻ വരവ് മാത്രം കൊതിച്ചിട്ടു കണ്ണു നട്ടിരുന്നൻ അമ്മതൻ അന്ത്യനിമിഷത്തിലും ഒരു നോക്കു കാണുവാൻ ആ കാൽക്കൽ വീഴുവാൻ ഗതിയില്ലാതെ പോയ ഹതഭാഗ്യനാണു ഞാൻ എന്ന് കവി എഴുതുന്നുണ്ട്. ആർക്കു വേണ്ടിയാണോ ഞാൻ ഗൾഫിന്റെ മരുഭൂമിയിൽ ഒരുങ്ങിയത്, ആ അമ്മയുടെ അന്ത്യനിമിഷത്തിൽ അവിടെ ഉണ്ടാവുക എന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എൻ വരവ് മാത്രം കൊതിച്ചിട്ടു കണ്ണു നട്ടിരുന്നൻ അമ്മതൻ അന്ത്യനിമിഷത്തിൽ ഒന്നെത്താൻ കഴിയാതെ പോയ എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച എത്രയോ ഉപ്പമാർ, എത്രയോ ഉമ്മമാർ ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മംഗലപ്പുടവയുടെ മണം മാറാത്ത എത്രയോ മനുഷ്യരാണ് ഗൾഫിന്റെ മരുഭൂമിയിലേക്ക് കുടുംബത്തിന് വേണ്ടി ചേക്കേറിയത്. അതുകൊണ്ട് അതിനെ നമുക്ക് പ്രത്യേകമായി വരഞ്ഞു വെക്കാനോ വ്യാഖ്യാനിക്കാനോ പറ്റുന്ന ഒന്നല്ല. എസ് എ ജമീൽ എഴുതിയ ഒരു ദുബായി കത്തുണ്ട്, അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി എന്ന് തുടങ്ങുന്ന ഹൃദയാകർഷിയായ ജനകീയമായ ഒരു പാട്ടുണ്ട്. എസ് എ ജമീൽ ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ഇന്നേ മനഃശാസ്ത്രജ്ഞ ചവറ് പോലെ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രവാസിയുടെ കുടുംബത്തിന്റെ കൃത്യമായ വേദന മനഃശാസ്ത്രപരമായി ആ കവിതയിൽ അദ്ദേഹം വരഞ്ഞു വെക്കുന്നുണ്ട്. അവരാണ് ഇവിടെ നമുക്ക് മുമ്പിലേക്ക് വന്നണയുന്നത്. അവരെയാണ് നമ്മൾ മസ്ജിദ് കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, നമ്മുടെ ക്ലബ്ബുകൾ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകർ കുടുക്കിട്ടു പിടിക്കുന്നത്. എത്രയോ വേദനകൾ കടിച്ചിറക്കിയാണ് ഇവിടെ വരുന്നത്. സത്യത്തിൽ ബാധ്യതകൾക്കുമേറെ ബാധ്യതകൾ പണിയുന്ന ഒരു ലോകം. ബ്ലൂ വെയിൽ ഗെയിം പോലെ ഒരു ടാസ്ക് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് വന്നു കഴിഞ്ഞു. ഒരു സാധാരണ പ്രവാസി അങ്ങനെയാണുള്ളത്. പക്ഷേ ഇതൊക്കെ കടിച്ചിറക്കിയാണ് നമ്മൾ പ്രവാസത്തിന്റെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കും. നമ്മൾ കണ്ട ഏറ്റവും വലിയ ജോലി എന്നുള്ളത് താറൊരുക്കുന്നവർ ചെയ്യുന്ന അധ്വാനമാണ്. പക്ഷെ ഈ അധ്വാനമാണോ 52 ഡിഗ്രി ചൂടിൽ നമ്മൾ നിർവഹിച്ച് ഇപ്പോൾ വിശ്രമത്തിന്റെ കാർബറ്റിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറക്കാനൊരുങ്ങി ഈ വാക്കുകളെ വേദനയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്? 2ഉം 3ഉം 5ഉം 8ഉം ബാത്റൂം ഉള്ളവരാണ് സ്വന്തം കുടുംബത്തിൽ. ഒരു ബാത്റൂമിന്റെ മുമ്പിൽ 20 മിനിറ്റ് അനുവദിക്കപ്പെട്ട ഒരു സമയത്തിൽ നമ്മൾ കാത്തു നിൽക്കുന്നത്. എത്രയോ മനുഷ്യരാണ് ഇങ്ങനെ മീനടക്കിയതുപോലെ ഒരു റൂമിൽ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. എത്രയോ പേരാണ്. ഈ വേദനകളെ നമുക്കെങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പങ്കുവെക്കാനാവുക? ഇന്നലെ എന്റെ വാട്സപ്പിൽ ഒരു സഹോദരന്റെ ഒരു മെസ്സേജ് വന്നു. അദ്ദേഹം ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പറക്കുകയാണ്. ഞാൻ പോകുകയാണ്, കാണാൻ കഴിഞ്ഞില്ല. 2 തവണ ശ്രമിച്ചിരുന്നു, എങ്ങനെ കാണാനാണ്? ഞായറാഴ്ച ക്ലാസ്സിന് ശേഷം കാണാമെന്ന് വിചാരിച്ചു, എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ ഓടുകയായിരുന്നു. ഇന്ന് ബുധനാഴ്ച പുലർച്ചെ 3:30 മണിയാണ്. ഈ നിമിഷം വരെ ഞാനും എന്റെ ഭാര്യയും അധ്വാനത്തിലായിരുന്നു എന്നെ യാത്രയാക്കാൻ വേണ്ടി. എല്ലാം പൊതിഞ്ഞു കെട്ടി ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. 3:30 മണിക്ക് വീണ്ടും ഞാൻ യാത്രയാവുകയാണ് എയർപോർട്ടിലേക്ക്. പിന്നെ ഒരു കാര്യം കൂടി, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ ഭാര്യയും എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളുമല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വിട ചോദിക്കുന്നുണ്ട്. എത്ര വേദനയുണ്ടാകും ആ വാക്കുകളിൽ നിന്ന് ഓർത്തു നോക്കൂ. ഗൾഫിലെ ഒരു ഫ്ലാറ്റിൽ ഒരു 10-20 വർഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ഞാനും ഇരുന്നു കൊടുത്തു. ഒരു കൗൺസിലിയുടെ മുമ്പിൽ, കൗൺസിലറുടെ മുമ്പിൽ ഒരു കൗൺസിലി പൊട്ടിക്കരയുന്നത് പോലെ ആരോഗ്യദൃഢരാത്രനായ ഒരു മനുഷ്യൻ എന്നെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ നാട്ടിലാണുള്ളത്. ഉമ്മ നനങ്ങിയാൽ വീട്ടിലെ CCTV എന്റെ മൊബൈലുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കും, ഞാൻ അറിയും. പക്ഷെ ഉമ്മയില്ലാതെയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഉമ്മയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുക. എത്ര മനുഷ്യരാണ് ഈ വേദനയുടെ കഥ നമ്മോട് പങ്കുവെച്ചിട്ടുള്ളത്. നാദാപുരത്തുകാരനായ ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം വീട് വിട്ടിറങ്ങിയാൽ ആ കിടക്കയിൽ പിന്നെ അദ്ദേഹം വരാതെ ഉറങ്ങാറില്ല. തന്റെ പ്രിയതമനോടുള്ള സ്നേഹം കൊണ്ട്, ഇത്ര സ്നേഹമുള്ള മനുഷ്യരെയാണ് നമ്മൾ അനാഥമാക്കി യാത്രയാകുന്നത് എന്ന് നമ്മൾ അറിയണം. കഥകൾ പറഞ്ഞാൽ എത്ര കഥകൾ പറയാനുണ്ട്.
തിരിച്ചു വരുമെന്ന മോഹത്തോടെയാണ്. തിരിച്ചു വരാതെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിലേക്ക് പൊതിഞ്ഞു കെട്ടിയ മയ്യത്തുകളായി എത്ര മനുഷ്യർ വന്നു കൂട്ടരെ. ഈ പള്ളിക്കാട്ടുകളിൽ അവർ വിശ്രമിക്കുന്നില്ലേ? ഗൾഫിന്റെ ശ്മശാനങ്ങൾ, ഖബർസ്ഥാനുകളിൽ അവർ വിശ്രമിക്കുന്നില്ലേ? എത്ര മോഹങ്ങളുമായാണ് അവർ പറന്നുപോയത്. പക്ഷേ അവരെ നമുക്ക് ഓർക്കാതെ വയ്യ. അവരാണ് നമ്മുടെ കേരളം നിർമ്മിച്ചത്. അവരാണ് നമ്മുടെ മസ്ജിദിന്റെ നിർണായകമായ ഭാഗതയങ്ങൾ നിർമ്മിച്ചത്. ഒരർത്ഥത്തിൽ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ, ആരോഗ്യധരാതനായ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് നല്ല മസിൽ പവർ ഉണ്ട്. സഹാബത്ത് അത് കണ്ടു. അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതിഹി, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട്, അദ്ദേഹത്തിന്റെ സിക്സ് പാക്ക് കണ്ട് സഹാബത്ത് അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ നിറയൗവനം ലൗകാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ മനുഷ്യനെ അല്ലാഹുവിന്റെ ദീനിന് കിട്ടുമായിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാം എത്ര ഉന്നതിയിൽ നിൽക്കുമായിരുന്നു, നമുക്കെന്തൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥകളുടെ കാര്യത്തിന്റെ കെട്ടഴിച്ചു കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, വ ഇൻ കാന ഹാദാ ഖറജ അലാ വലദിഹി, ഈ മനുഷ്യനെങ്ങാനും അള്ളാഹുവിന് അവന്റെ സിഗാറൻ, അവന്റെ പിഞ്ചുകുട്ടികൾക്ക് അന്നം തേടിയാണ് ഈ മനുഷ്യൻ യാത്രയാകുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. വ ഇൻ കാന ഖറജ യസ്അല അബവൈഹി ശൈഖൈനി കബീറൈനി, തന്റെ പ്രായാധിക്യമുള്ള ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ടാണ്, അവർക്ക് മരുന്ന് വാങ്ങാനാണ്, അവരെ ശുശ്രൂഷിക്കാനാണ് ഈ മനുഷ്യൻ യാത്രയാവുന്നതെങ്കിൽ ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ തന്നെയാണ്. വ ഇൻ കാന ഖറജ അലാ നഫ്സിഹി യുഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇദ്ദേഹം യാത്ര പോകുന്നത് തന്നെ തന്നെ വളർത്താനാണ്. ആരുടെ മുന്നിലും കൈ നീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. എന്നിട്ട് റസൂൽ തിരുത്തി കൊടുത്തു, വ ഇൻ കാന ഖറജ, ഈ മനുഷ്യൻ പുറപ്പെട്ടത് സ്വന്തം അഹങ്കരിക്കാനും പൊങ്ങച്ചം നടിക്കാനും മത്സരിക്കാനുമാണോ ഇയാൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ ഫഹുവ അലാ സബീൽ ശൈത്താൻ, ഇവൻ പിശാചിന്റെ മാർഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഈ ത്യാഗങ്ങളൊക്കെ നന്മകളാക്കി മാറ്റുന്നത് നമ്മുടെ നിയ്യത്ത് കൊണ്ടാണ്. നമ്മൾ ഗൾഫിന്റെ മരുഭൂമിയിലേക്ക് യാത്രയായി എന്തുതരം നിയ്യത്ത് വെച്ചുകൊണ്ടാണ്? ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നമ്മുടെ തോന്നിവാസങ്ങളുടെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? എന്താണ് അവന്റെ നിയ്യത്ത്? അവിടെയാണ് റസൂലുള്ളാഹ് നമ്മെ ഓർമ്മിക്കുന്നത്. അവനവന്റെ കുടുംബത്തിന് വേണ്ടിയാണ് എങ്കിൽ, അവനവന്റെ മസ്ജിദിന്, അവനവന്റെ ദീനിന്, അവനവന്റെ സമൂഹത്തിന് വേണ്ടിയാണ് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, നിങ്ങളുടെ യാത്ര അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്ര തന്നെയാണ്. അല്ല, നിങ്ങളുടെ നിയ്യത്ത് പിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മാർഗത്തിലാണ്. ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനം അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾക്കറിയുമോ? ലല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അൻഹും യഹ്സുനൂന സുൻആ, അവരുടെ പ്രവർത്തനം പൊതുവെ ബാഹ്യമായി നല്ലതെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടവരാണവർ. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ അറിയുന്നില്ല അവർ സംഭവിച്ചു പോയ ദുരന്തത്തെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ത്യാഗങ്ങളൊക്കെ നമുക്ക് നന്മയാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് മരിച്ചുപോയ ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവിന് ശുഹദാഇനെ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട മരണം ഇബ്തഗ മിൻ ഫളില്ലാഹ് ലാരിബൻ ഫിൽ അർളി, അള്ളാഹുവിന്റെ സൗഭാഗ്യം തേടി അന്നം തേടി യാത്ര ചെയ്തു പോയ മനുഷ്യനാണ്. ആ വഴിയിൽ അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര മനുഷ്യരാണ് നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്? ഗൾഫിന്റെ മരുഭൂമിയിൽ നിന്ന് നമ്മൾ മയ്യത്തുകളായി കൊണ്ടുവന്നത്, അവിടെ തന്നെ മറമാടപ്പെട്ടത്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അവനവന്റെ കുടുംബത്തെ പോലെ, അവനവന്റെ വിടകങ്ങളെ പോലെ അള്ളാഹുവിന്റെ മസ്ജിദിനെ ഏറ്റെടുത്ത കുറെ നല്ല മനുഷ്യരുണ്ട്. അവരെ നമുക്ക് ഓർക്കാതെ വയ്യ. അവരാണ് ഈ വൈദ്യുതിയുടെ പിന്നിലെ ഊർജമായി പ്രവർത്തിക്കുന്നത്. അവരാണ് ഈ മിനാരങ്ങളുടെ, ഈ കുബ്ബകളുടെ, ഈ ഇഷ്ടികകളുടെ പിന്നിലെ സ്രോതസ്സായി
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ നമുക്ക് മറന്നുകൂടാ. അവർ ആഖിറത്ത് തൊഴിലാളികളായിരുന്നു. അവർ ആ മണ്ണിൽ അധ്വാനിക്കുകയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിയർപ്പിന്റെ ഉപ്പുകണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിധവകൾ, നമ്മുടെ അനാഥ മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ നമുക്ക് മറന്നുകൂടാ. അവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ബന്ധുക്കൾ എന്നുള്ളത്. പ്രവാസം വല്ലാതെ സ്വാധീനിച്ച ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന കൃത്യമായ ലക്ഷ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അവർക്ക് മഴയും കുളിരും ഇളം തന്നലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിച്ചവെക്കുന്ന പൈതങ്ങളെ അവർക്കില്ലാണ്ടായി പോയിട്ടുണ്ട്. നാട്ടുപച്ചയും നാട്ടുവഴികളും അവർ മറന്നുപോയിട്ടുണ്ട്. അവർ അവരുടെ നാടിനെ, അവരുടെ ഗ്രാമങ്ങളെ, അവരുടെ കുടുംബാംഗങ്ങളെ ഒന്ന് പുനഃസൃഷ്ടിക്കാൻ, വേദനകളുടെ സ്വന്തനമായി മാറാൻ ഒരുമിക്കുന്നുണ്ട്. അള്ളാഹുരുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. അവരുടെ സ്വതക്കകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നന്മകൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മണ്ണിൽ ഉരുകുമ്പോഴും സ്വന്തം നാടിനെ, സ്വന്തം മസ്ജിദിനെ, മഹല്ലിനെ, ഇവിടുത്തെ പാവങ്ങളെ ഒന്നും മറക്കാതിരിക്കാൻ, ആ ത്യാഗങ്ങളെ സ്വർണം പോലെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് വേണ്ടി തൂക്കമുള്ള അമലുകളാക്കി മാറ്റാൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരം മഹാത്യാഗങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുകയും ആ പാതയിൽ മരണം വരിച്ചിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നന്മകളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. ഗൾഫിന്റെ ഭൂമിക വളരെ വിഷമങ്ങളിലാണുള്ളത്. ജോലിയില്ലാതെ എത്രയോ മനുഷ്യരുണ്ട്. ഏറ്റവും ഹൈറായ ജോലിയിലേക്ക് അള്ളാഹു അവരെയൊക്കെ എത്തിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. കുടുംബത്തിൽ സന്തോഷം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മരണം സത്യവിശ്വാസിയുടെ മരണത്തിൽ അള്ളാഹു ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ, ഈ മസ്ജിദിന്റെ ചുറ്റുഭാഗത്തും ഖബറടക്കം ചെയ്യപ്പെട്ട സത്യവിശ്വാസികൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ പരമകാരുണ്യകനായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.